പാഠം 708 വൈദ്യുതി ലാഭിക്കാനുള്ള വിദ്യകൾ. വൈദ്യുതി ചാർജ് വീണ്ടും കൂട്ടാൻ സാധ്യത. വൈദ്യുതി ബോർഡിന് പ്രതിവർഷമുണ്ടാകുന്ന ഭീമമായ നഷ്ടം കണക്കിലെടുത്ത് വൈദ്യുതി ചാർജ് വീണ്ടും കൂട്ടാൻ സാധ്യത. വൻകിട ഉപഭോക്താക്കളെയും ഗാർഹിക ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന ഈ വർധനവ് ഉടൻ നിലവിൽ വരുമെന്നാണ് വാർത്ത. ഇനിയും കറണ്ട് ചാർജ് കൂടുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ തന്നെ സാധാരണക്കാർ താങ്ങാൻ പറ്റുന്നില്ല. നീ പത്രം കണ്ടോ? കറണ്ട് ചാർജ് പിന്നെയും കൂട്ടാൻ പോവുകയാണ്. വൈദ്യുതി വളരെ കുറച്ച് ഉപയോഗിക്കാവൂ എന്ന് ഞാൻ പറയുമ്പോ നിനക്ക് തമാശയാണല്ലോ. ഇപ്പൊ എന്തായി? എന്റെ മോഹനേട്ടാ, അതിന് നമ്മളിവിടെ കറണ്ട് പോലെ അമിതമായിട്ട് ഉപയോഗിക്കണ്ടോ? സാധാരണ വീടുകളിലുള്ള ഒരു സൗകര്യം നമ്മുടെ ഇവിടെ ഇല്ല. വൈകിട്ടാകുമ്പോ അടുക്കളയിലും ഒരു മുറിയിലും ഓരോ ബൾബ് കത്തിക്കും. ചൂടാണെങ്കിൽ മാത്രം ഫാൻ ഓൺ ചെയ്യും. അടുക്കളയിൽ ആകെ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ഒന്ന് ഇസ്തിരിപ്പെട്ടി. ഇത്രയല്ലേ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ അത്രയും ഉപയോഗിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ മാസം വന്ന ബില്ല് നീ കണ്ടല്ലോ, 600 രൂപ. ഇത് അന്യായമല്ലേ? ഈ 600 രൂപ ഒരു മാസത്തെ ഒന്നും അല്ലല്ലോ, 2 മാസം കൂടിയല്ലേ? ആണ്. ഏതായാലും അത് കൂടുതലാ. നമ്മൾ 2 പേർ മാത്രമുള്ള ഈ വീട്ടിൽ 2 മാസം കൂടുമ്പോ പരമാവധി 250 അല്ലെങ്കിൽ 300 രൂപയെ കറണ്ട് ഉണ്ടാകാവൂ. എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം. അടുക്കളയിൽ ഒരു ബൾബ്, ബെഡ്റൂമിലൊന്ന് മതി. അങ്ങനെയാണെങ്കിൽ മോഹനേട്ടൻ ഈ പറഞ്ഞ 250, 300 അത്രയാവുള്ളൂ. മോഹനേട്ടാ, ഏത് സാധനവും നിയന്ത്രിച്ചുപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ ആ പരിധിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യുന്നുമില്ല. ഇനി ഇതിലും കുറച്ച് കറണ്ട് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞും കൂടാ. നീ കറണ്ട് കുറച്ചുപയോഗിച്ചിട്ടാണോ 600 രൂപ ബില്ല് വന്നത്? ഈ 600 രൂപ എന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ സംഖ്യയൊന്നുമല്ല. കൂടുതലാണ്. നീ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിച്ചാൽ അത് കുറയും. മോഹനേട്ടാ, ബില്ല് വന്ന അന്ന് ഇതിന്റെ പേര് നമ്മൾ കുറേ തർക്കിച്ചതാണ്. എന്നിട്ടും ഇനിയും കറണ്ട് ഉപയോഗം കുറയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം മോഹനേട്ടൻ പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പോ എന്റെ ഷർട്ടും മുണ്ടും ഓരോ ദിവസം ഓരോന്നാണ് തേക്കുന്നത്. അതിനു പകരം ഒരാഴ്ചത്തേക്കുള്ള ഷർട്ടും മുണ്ടും ഒരുമിച്ച് തേച്ചാൽ വൈദ്യുതി ഉപയോഗം കുറയും. എന്റെ തിരക്കിനിടെ കഷ്ടപ്പെട്ട് സമയം കണ്ടുപിടിച്ചിട്ടാണ് ഞാനൊന്നും തേച്ചു തരുന്നത്. ഒരു ദിവസം ഒരു ഷർട്ടും മുണ്ടും തേക്കാനുള്ള സമയം എനിക്കുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് തേച്ച് കറണ്ട് ലാഭിക്കുന്നതിനെക്കാട്ടും നല്ലൊരു ഐഡിയ ഞാനോട് പറഞ്ഞു തരാം. ഇത് തേക്കാതെ അങ്ങ് ഇടുക. ഷർട്ടും മുണ്ടും തേച്ചേ ഇടാവൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമല്ലല്ലോ. എന്റെ ആവശ്യങ്ങൾക്കായി ഞാൻ ആകെ ഉപയോഗിക്കുന്നത് അത്ര വൈദ്യുതി മാത്രമാണ്. നീയോ? അടുക്കളയിൽ നീ എന്തുമാത്രം കറണ്ടാണ് ചെലവാക്കുന്നത്? എല്ലാ ദിവസവും മിക്സി പ്രവർത്തിക്കുമ്പോ എന്തുമാത്രം കറണ്ടാണ് ചെലവാകുന്നത് അറിയാമോ? മിക്സിയിൽ അരച്ചുണ്ടാക്കുന്നത് ഞാൻ മാത്രമല്ല, ഉരുട്ടി ഉരുട്ടി വിഴുകുന്നത്. എനിക്ക് മാത്രമായിട്ട് ആ അടുക്കള ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. മോഹനേട്ടാ, മതി. ഇനി മോഹനേട്ടൻ പറയും എല്ലാ ദിവസവും മിക്സി ഉപയോഗിക്കുന്നതിന് പകരം ഒരാഴ്ചത്തേക്ക് ഒന്നിച്ചങ്ങ് അരച്ചു വെച്ചോളാം. അത് കഴിയുമ്പോ മോഹനേട്ടൻ പറയും മിക്സി വേണ്ട, കല്ലിൽ നീ അരച്ചാ മതി. അങ്ങനെ 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 മോഹനേട്ടന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കേൾക്കാനും അനുസരിക്കാനും നിന്നിട്ടുണ്ടെങ്കിലേ എന്റെ ജീവിതം തന്നെ പാഴായിപ്പോകും. അതെ, ഇവിടെ മിക്കവാറും പകൽ സമയത്ത് കറണ്ട് ഉണ്ടാവാറില്ല. അതൊന്നും അന്വേഷിക്കാൻ മോഹനേട്ടൻ ഇതുവരെയായിട്ട് സമയം കിട്ടിയോ? കിട്ടൂല. കാരണം പകൽ സമയത്ത് മോഹനേട്ടൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് കറണ്ടിന് ആവശ്യമില്ല. ഇന്നലെ മിനിങ്ങാന്നും പകല് കറണ്ട് ഇല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ ലൈമ നാരായണൻകുട്ടിയെ വിളിക്കുമ്പോ ഇപ്പൊ വരാ വക്കീലെ, കുറച്ച് കഴിയുമ്പത്തേക്ക് ഞാൻ എത്തും എന്ന് പറയും. അലയില് നാരായണൻകുട്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, അങ്ങനെ പറയൂ. നീ എന്തിനാ വെറുതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ് നാട്ടിലെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. എന്നിട്ട് ഈ നാരായണൻകുട്ടി എന്താണ് വരാത്തത്? ഒരു ലൈൻമാന് എന്തുമാത്രം തിരക്കുണ്ടെന്നറിയാമോ? നാട്ടിലെ എല്ലാ വീടുകളിലും കറണ്ട് കണക്ഷൻ ഉണ്ട്. ഓരോരോ പ്രശ്നങ്ങളും കാണും. ഒക്കെ നോക്കാൻ നാരായണൻകുട്ടി ഒറ്റ ആളല്ലേ ഉള്ളൂ. അല്ലേലും മോഹനയുടെ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പക്ഷത്തെ എനിക്കുള്ള കാര്യം എനിക്കറിയാലോ. നാരായണൻകുട്ടി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരാളെ പറ്റി അനാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഭയങ്കര ഉത്തരവാദിത്ത ബോധം തന്നെയാണ്. ഇവനെയൊക്കെ പിടിച്ചിട്ട് ചൂരിൽ 4 അടി കിട്ടിയാൽ പഠിക്കൂ. സർക്കാർ ശമ്പളം വാങ്ങി ഒരു ജോലി ചെയ്യാതെ ഇങ്ങനെ നടന്നോളൂ എല്ലാം കൂടി. ഇപ്പൊ കറണ്ടുണ്ടല്ലോ, നിനക്ക് പ്രശ്നം? വെറുതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടാൻ കാരണം കണ്ടുപിടിക്കില്ലേ ഭാമേ? സാറേ, എന്താ
ഉത്തമന എന്താ കാര്യം നോക്കി ചോദിക്കും. അപ്പോഴേക്ക് സാറിന്റെ ഷർട്ടും കൊണ്ട് ഞാനിവിടെ തേച്ച് വെച്ചോളാം. ഇല്ലെങ്കിലേ കറണ്ട് കാണൂല. നമസ്കാരം സാർ. ഞാൻ വന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ശശാങ്കന്റെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ അന്വേഷണം പൂർത്തിയാവണം. ഇതുവരെ ശശാങ്കന്റെ വീടിനടുത്തുള്ള 2 പേരെ നീ കാണാൻ പറ്റുള്ളൂ. കുറഞ്ഞത് 4 പേരെയെങ്കിലും കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാതെ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് റിപ്പോർട്ട് അയക്കില്ല. ഓ, ആ തോമസ് കുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷയും ഞാൻ തന്നിരുന്നു. അപേക്ഷയിൽ തോമസ് കുട്ടി എഴുതിയിരിക്കുന്നതൊക്കെ കള്ളമാണെന്ന് എന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ തോമസ് കുട്ടി ആഫീസിൽ വന്ന് സത്യസന്ധമായ കാര്യങ്ങൾ എന്നെ എഴുതിയേൽപ്പിക്കണം. നമസ്കാരം. രാവിലെ തിരക്കിലാണോ? എന്താ നോക്കിയില്ലേ? 2 ദിവസമായി മിക്കവാറും സമയം ഇവിടെ കറണ്ട് ഇല്ല. രാത്രി മാത്രം ഉണ്ടാവും. പല പ്രാവശ്യം ലൈമാൻ നാരായണൻകുട്ടി ഞാൻ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞതാണ്. പക്ഷെ നാരായണൻകുട്ടി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എപ്പോ വിളിച്ചാലും വരാം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഉത്തമൻ ഒന്ന് നാരായണൻകുട്ടി വിളിച്ചോണ്ട് വരുമോ? അല്ല, അതിപ്പോ ലൈൻമാൻ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് നോക്കിയില്ല കാര്യം? ലൈനിൽ എവിടെയെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കിയാ പോരെ? തകരാറ് ലൈനിലാണോന്ന് അറിയില്ലല്ലോ ഉത്തമ. ഇന്നലെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വക്കീൽ ഓഫീസിലേക്ക് പോകുന്ന വഴി സുധാകരൻ സാറിന്റെ വീടിന് മുന്നിൽ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇതാ ഞാൻ പറയുന്നത്, സുധാകരൻ സാറിന് ഒരു ഉത്തരവാദിത്വമില്ലെന്ന്. ഇവൾ ആഫീസിൽ പോകുന്നത് 10 മണി കഴിഞ്ഞാൽ. അതിനുശേഷവും സുധാകരൻ സാറിന്റെ വീട്ടിലെ ലൈറ്റ് കത്തിക്കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? സുധാകരൻ സാറും ഭാര്യയും ലൈറ്റ് ഓഫ് ചെയ്യാതെ ഓഫീസിൽ പോയി എന്ന്. ചുമ്മാതല്ല നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തത്. സുധാകരൻ സാർ ലൈറ്റ് ഓഫ് ചെയ്യാത്തല്ല ഇവിടുത്തെ പ്രശ്നം. ഉത്തമ, അവിടെ കറണ്ട് ഉണ്ട്, ഇവിടെ ഇല്ല. അതാണ് പ്രശ്നം. അതില് കാര്യമല്ലേ വക്കീലേ? ആ ലൈനും ഈ ലൈനും രണ്ടും രണ്ടാണ്. ഇവിടത്തെ ലൈനിലായിരിക്കും പ്രശ്നം. ഞാൻ നാരായണക്കുട്ടിയെ കണ്ട് പറയാം. രാവിലെ ഒന്ന് പറയണേ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ ഒന്ന് കാണണം. അത് കഴിഞ്ഞ് കൃഷി ഓഫീസിലെ സുകുമാര സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നാരായണൻകുട്ടി എവിടെയായിരുന്നാലും ഞാൻ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. ഇവിടെ ഒരു ഭയങ്കര വില്ലേജ് ഓഫീസറുണ്ട്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉത്തരനോട് പറയണം. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ ശശാങ്കന്റെ തോമസ് കുട്ടിയുടെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ സാറേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? എന്താ സാറേ? ഉത്തമനോടല്ലേ പറഞ്ഞത് വരാൻ? എന്താ സാറേ, എന്താ പ്രശ്നം? സാറേ നോക്കിട്ട് പറയാം. ഉത്തമൻ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞ് 10 മണിയാകുമ്പോ കൃഷി ഓഫീസിലെ സുകുമാര സാറിനെ ഒന്ന് കാണണം. അതും കഴിഞ്ഞ് വക്കീൽ ഇപ്പൊ പറഞ്ഞില്ലേ നാരായണൻകുട്ടി, അവനെ ഒന്ന് കാണണം. വേണ്ട. വേണ്ടേ? ഉത്തമൻ ഒരു കാരണവശാലും നാരായണൻകുട്ടിയെ കാണാൻ പാടില്ല. അതെന്താണ് സാറേ? നാരായണൻകുട്ടി വന്നാലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ പറയരുത് സാറേ. നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ആള് മിടുക്കനാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തിട്ടാണ് അവൻ ജോലി കയറിയത്. വൈകാതെ അവന് ഓവർസിയർ ജോലി കിട്ടുമെന്നൊക്കെയാണ് കേട്ടത്. അതല്ല പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലല്ലേ നാരായണൻകുട്ടിക്ക് ശരിയാക്കാൻ പറ്റൂ. പ്രശ്നമില്ലേ? ഉണ്ടെന്നാണല്ലോ വക്കീൽ പറഞ്ഞത്. ഉത്തമ, ഒരാഴ്ച മുമ്പ് കറണ്ട് ബില്ല് വന്നപ്പോ 600 രൂപ. അത് സാറ് പറഞ്ഞല്ലോ. 600 രൂപ കൂടുതലാണ് എന്ന് ഞാൻ ഭാമയോട് പറഞ്ഞപ്പോ ഭാമ സമ്മതിക്കുന്നില്ല. കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൾ ചിരിച്ചു തള്ളി. അന്ന് മുതൽ കറണ്ട് എങ്ങനെ കുറച്ചുപയോഗിക്കാമെന്ന് ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്റെ നോട്ടത്തിൽ അനാവശ്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പോഴാ എനിക്ക് മനസ്സിലായത് ആഫീസിൽ പോയി കഴിയുമ്പോൾ അവൾ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. പല ദിവസവും അവൾ ലൈറ്റും ഫാനും ഓഫാക്കാൻ മറന്നുപോകും. അങ്ങനെയാണ് കറണ്ട് കൂടുതൽ ചിലവാകുന്നത്. സാറ് പറഞ്ഞു വരുന്നത് എന്താണ്? അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത്? മെനിഞ്ഞാന്ന് രാവിലെ കറണ്ട് ബില്ല് നീ കണ്ടല്ലോ. നിന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇങ്ങനെ ബില്ല് കൂടുന്നത്. സൂക്ഷിച്ചാൽ നല്ലത്. ചേടാ, മോഹനയുടെ ഈ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 3 നേരം വിശക്കുമ്പോ കറണ്ടാണ് പുഴുകി തിന്നു തോന്നൂലോ. എന്നെ കൊണ്ടാവുന്ന പോലെ കറണ്ട് കുറച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനിയും കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കോടതിയിൽ പോകാൻ നേരം എല്ലാ ലൈറ്റും ഫാനും ഓഫ് ചെയ്യണം. എല്ലാ മുറിയിലും പോയി നോക്കണം. ഒരു ലൈറ്റ് തെളിഞ്ഞു കിടന്നാൽ എത്ര രൂപ നഷ്ടമാവും നിനക്കറിയാമോ? ഏകദേശം 1 കോടി രൂപയോളം നഷ്ടം വരും. പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഇനി പ്രവർത്തിക്കേ വഴിയുള്ളൂ.
രാവിലെ മുതൽ വൈകുന്നേരം വരെ കറണ്ടിന്റെ ആവശ്യം എന്താണോ? ഇറങ്ങുന്നു. ഞാൻ ഇന്നലെയും ആഫീസിൽ പോകാൻ ഇറങ്ങിയപ്പോ അവൾ അറിയാതെ പുറകുവശത്ത് പോയി ഫ്യൂസ് ഊരി ബാഗിലിട്ടു. ഇന്നലെയും അതുകൊണ്ടാണ് പകൽ കറണ്ട് ഇല്ല എന്ന് അവൾ പറയുന്നത്. സത്യത്തിൽ കറണ്ട് പോകുന്നതല്ല, ഫീസ് ഞാൻ ഊരുന്നതാ. സാർ ആള് കൊള്ളാലോ. സ്വന്തം വീട്ടിലെ ഫീസ് ഇടുക, ബാഗിലിടുക, ആഫീസിൽ പോവുക. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത്. വേറെ വഴിയിലുത്തമ. ഭാമയ്ക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. നാരായണൻകുട്ടിയെ വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഉത്തമൻ ഇപ്പൊ മനസ്സിലായല്ലോ. വേറെ സ്ഥലം വിട്. ഭാമ എങ്ങനെ വിളിക്കുകയാണെങ്കിൽ നാരായണൻകുട്ടി ഭയങ്കര തിരക്കിലാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ വിവരം എങ്ങാനും ഭാമ അറിഞ്ഞാൽ ശശാങ്കന്റെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റും തോമസ് ഊട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റും കിട്ടാൻ കുറച്ച് പാടുപെടും. ഞാൻ പറയൂല സാറേ. സാറേ നീ ഇതുവരെ തേച്ച് കഴിഞ്ഞില്ലേ? മോഹനയുടെ ഷർട്ടും ഇതാ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്റെ ചുരിദാറ്. ആ, ഇതാണ് ഞാൻ പറയുന്നത്. നീ കറണ്ട് വെറുതെ കളയുകയാണെന്ന്. എന്റെ ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിട്ട് നീ ഉത്തമനെ കാണാൻ വന്നു. തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്തിരി തണുത്ത് കാണും. അപ്പോൾ നീ വീണ്ടും ചൂടാക്കുന്നു. അപ്പോ എത്രമാത്രം കറണ്ട് വെറുതെ പോകുന്നു. പിന്നെ ആനന്ദ കാണായിരുന്നു. ഇസ്തിരിപ്പെട്ടി ചൂടാക്കിയ സ്ഥിതിക്ക് തേക്കാനുള്ളത് മുഴുവൻ തീർത്തിട്ട് നീ വരണമായിരുന്നു. അപ്പത്തേക്ക് ഉത്തമം പോവില്ലായിരുന്നു. ലൈമ നാരായണൻകുട്ടി വിളിക്കുന്ന കാര്യം പിന്നെ ഞാൻ അങ്ങനെ പറയും. ഭാമേ, ഇപ്പോ കറണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നാരായണൻകുട്ടി വരുന്നത്? ചുരുക്കത്തിൽ ഒരാവശ്യവുമില്ലാതെ നീ ഇസ്തിരിപ്പെട്ടി ഓഫാക്കും, പിന്നെ വീണ്ടും ചൂടാക്കുന്നു. എങ്ങനെയാണ് ഈ വീട്ടിൽ കറണ്ട് കൂടുതൽ ചിലവാകുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. മോഹനടനെ മര്യാദയ്ക്ക് ഷർട്ട് കൊണ്ട് എടുത്തിട്ട് ആഫീസിൽ പോകാൻ നോക്ക്. എനിക്ക് ഇവിടെ വേറെ ഒരുപാട് ജോലിയുണ്ട്. എന്താണ്? സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെ ഓഫ് ചെയ്തുകൂടായിരുന്നോ? നീ ഓണാക്കിയത് നീ തന്നെ ഓഫ് ചെയ്യണം. ഇത് വല്ലത്തൊരു സൂക്കേട് തന്നെയാണ്. തീർന്നല്ലോ. ഇറങ്ങാൻ നേരമായി. ഞാൻ ഇറങ്ങുന്നു. ഓ ശരി. നാരായണൻകുട്ടി, ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഫ്യൂസ് എന്റെ കയ്യിലാണെന്നറിഞ്ഞ മാനം പോകും. സാറേ. ആരാ? നമസ്കാരം സാറേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
വിശേഷമില്ല. നാരായണൻകുട്ടി ഈ ഒഴിക്ക്. അല്ല സാറേ, ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇന്നലെ ഞാൻ നോക്കാം വക്കീൽ വിളിച്ച് പറഞ്ഞായിരുന്നു. വന്ന് നോക്കാൻ നേരം കിട്ടണ്ട സാറേ. ഇന്നലെ ആണെങ്കിൽ വക്കീൽ വിളിച്ച് വഴക്കും പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇങ്ങ് പോന്നു ഞാൻ. അല്ല സാറ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങായിരിക്കും അല്ലേ? അതെ. ഇപ്പൊ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇല്ലേ? അതുകൊണ്ട് നാരായണൻകുട്ടി പറ്റോ? അല്ല സാറേ, ഇവിടം വരെ വന്നല്ലേ, ഒന്ന് നോക്കിയിട്ട് പോവാന്നേ. എന്ത് നോക്കാൻ? ഒന്നും നോക്കാനില്ല. പ്രശ്നം ഉള്ളപ്പോ വിളിച്ചപ്പോ നാരായണൻകുട്ടി വന്നില്ലല്ലോ. ഇനിയിപ്പോ പ്രശ്നമൊക്കെ തീർന്നിട്ട് നാരായണൻകുട്ടി വന്നില്ല. നാരായണൻകുട്ടി പൊയ്ക്കോ. അല്ല സാറേ, ഞാൻ മറഞ്ഞോ പൊയ്ക്കോ. നാരായണൻകുട്ടി വന്നോ? ആ, കൃത്യസമയത്താണ് നാരായണൻകുട്ടി വന്നത്. കറണ്ട് പോയി. അത് കുഴപ്പമില്ല, കറണ്ട് വന്നോളൂ. നാരായണൻകുട്ടി പൊയ്ക്കോ. അല്ല പൊയ്ക്കോ. ഇപ്പൊ കറണ്ട് പോകുന്ന എങ്ങനെയാ വക്കീലേ? ഞാൻ ആ കേശവന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ കറണ്ട് ഉണ്ടല്ലോ. ഇവിടെ മാത്രം പിന്നെ കറണ്ട് പോകുന്ന എങ്ങനെയാ? അത് നാരായണൻകുട്ടി കേശവൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് ആയി കാണുമല്ലോ. അതിനിടെ കറണ്ട് പോകാൻ വരാം. ഇത് കേരളമാണ്. കറണ്ട് എപ്പോ വേണോ വരും, എപ്പോ വേണോ പോകും. ഇവിടെ കറണ്ട് പോയി പ്രശ്നം പോസ്റ്റിലോ ട്രാൻസ്ഫോമറിലൊക്കെ ആയിരിക്കും. പോയി നോക്ക്. അല്ല സാറേ, ഇന്നലെ ഞാൻ നോക്കാം വക്കീൽ വിളിക്കുമ്പോ ലൈനിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ കുഴപ്പം ഇവിടെ ആയിരിക്കുമല്ലോ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. എന്റെ വീട്ടിൽ ആരെന്ത് നോക്കണം തീരുമാനിക്കും ഞാനാ. നാരായണൻകുട്ടി നോക്കണ്ട എന്ന് കെ മോഹൻ സാർ പറഞ്ഞാ നോക്കണ്ട. മോഹനേട്ടൻ എന്ത് ഭ്രാന്തായി പറയണത്? ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല. നാരായണൻകുട്ടിയുടെ വരികയും ചെയ്തില്ലേ? അപ്പൊ പിന്നെ പ്രശ്നം എന്താന്ന് നോക്കാതെ നാരായണൻകുട്ടിയൊക്കെ പോയ എന്ത് ചെയ്യും? ഞാൻ സമ്മതിക്കില്ല. അമ്മേ, ഈ നിൽക്കുന്ന നാരായണൻകുട്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നാട്ടിലെ ആളുകളെ സഹായിക്കാനാണ് സർക്കാർ മാസാമാസം നാരായണൻകുട്ടിക്ക് ശമ്പളം എണ്ണി കൊടുക്കുന്നത്. പക്ഷെ നാരായണൻകുട്ടി എന്താ ചെയ്യുന്നത്? എന്ത് കറണ്ട് ഇല്ല എന്ന് ഇന്നലെ മെനിഞ്ഞാന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോ നാരായണൻകുട്ടി വന്നോ? ഇത്രയും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കെ മോഹൻ സാറിന്റെ വീട്ടിൽ കയറാൻ കെ മോഹൻ സമ്മതിക്കില്ല. എന്തത്? ഇവിടെ കറണ്ട് ഇല്ലെന്ന്. കറണ്ട് അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അഭിമാനമല്ലേ വലുത്? എന്നെയും നിന്നെയും 2 ദിവസം പറ്റിച്ച ഈ നാരായണൻകുട്ടിയെ കൊണ്ട് ഇവിടത്തെ പ്രശ്നം നോക്കിയാ നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഈ കെ മോഹൻ തയ്യാറല്ല. നാരായണൻകുട്ടി വിട്ടോ, ഇപ്പൊ സ്ഥലം വിട്ടോളാം. അല്ല സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. ഞാനൊന്ന് നോക്കി. ഞാൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നാരായണൻകുട്ടിയെ പോലെ ഒരാൾ എന്റെ വീട്ടിൽ കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നാരായണൻകുട്ടി വന്നില്ല ഇവിടെ. നീ മിണ്ടരുത്. ഇത് ഞാനും നാരായണൻകുട്ടി തമ്മിലുള്ള പ്രശ്നമാണ്. നാരായണൻകുട്ടി പോകുന്നു, അത് ഞാൻ തള്ളിയിറങ്ങണോ? സർക്കാർ ശമ്പളവും വാങ്ങിയിട്ട് ജോലി ചെയ്യാതെ തെക്ക് വടക്ക് നടക്കുന്ന നാരായണൻകുട്ടി ഇവിടെ ഒന്നും ചെയ്യണം. ആമേ, ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നോക്കാൻ നാരായണൻകുട്ടിയേക്കാൾ വലിയ ആളെ ഞാൻ കൊണ്ടുവരും. സബ് എഞ്ചിനീയർ പുരുഷോത്തമൻ സാറോ, തോമസ് സാറോ, ഗോപിനാഥ് സാറോ ഇവിടെ വരും. കാരണം അവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. എന്നെയും നിന്നെയും ബഹുമാനമില്ലാത്ത ഈ നാരായണൻകുട്ടി ഇവിടെ ഒരു നിമിഷം നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു കാര്യം ചെയ്യ്, എങ്കിൽ പിന്നെ സാറ് ASCO എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആരെ വേണമെങ്കിലും വിളിച്ചോ. ഞാൻ പോവാ. പിന്നെ നാരായണൻകുട്ടി കൊണ്ട് ഇനി ആവശ്യം വരും. അപ്പൊ വിളിച്ചേക്കരുത്. അല്ല അത് മോഹനേട്ടാ, തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കറണ്ട് ഇല്ലാത്ത നേരത്തെ അത് നോക്കാൻ വന്ന ലൈൻമാൻ ഓടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് ആര് ശരിയാക്കി തരും? ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ നാരായണൻകുട്ടിയേക്കാൾ വലിയ ആള് വരും. ആരോ എന്നെ വിളിക്കുന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഹലോ, അതെ. ആഹാ, നമസ്കാരം സാർ. ഞാൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയായിരുന്നു. ആ റിപ്പോർട്ടൊക്കെ ഇന്നലെ തന്നെ എഴുതി തീർത്തിട്ടുണ്ട് സാർ. ഇന്നോ? രാവിലെ ഓഫീസ് കൂടെ തിരക്കുണ്ട്. ഞാനൊരു ഉച്ചയാകുമ്പോൾ വരാം സാർ. 1 മണിക്കോ? അതെന്താ സാർ? കൃത്യം 1 മണിക്ക് ഞാൻ താലൂക്ക് ഓഫീസിലെത്തും. ശരി സാർ. ശിശുപാല, ഞാനാ താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. തഹസിൽദാർ ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളൂ. നാളെ അല്ല, ഇന്ന് തന്നെ റിപ്പോർട്ട് താലൂക്ക് ഓഫീസിൽ എത്തിക്കണമെന്ന് പറഞ്ഞു.
ആ അതെ അതെ, ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇനി എന്തെങ്കിലും ചേർക്കാണെങ്കിൽ രാവിലെ തന്നെ ചെയ്തോളണം. ഉച്ചക്ക് ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ അത് ചെയ്തില്ല സാറേ, ഇത് ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നാൽ എന്റെ സ്വഭാവം മാറും. ആ ശരി. ഇതെവിടെ നിന്നു? അതാണ് എനിക്കും അറിയേണ്ടത്. പുറത്തെ മീറ്റർ ബോക്സിനടുത്ത് കുത്തിവെച്ചിരുന്ന ഈ ഫ്യൂസ് എങ്ങനെ മോഹനേട്ടൻ ഈ ബാഗ് വന്നു? എന്റെ ബാഗിലോ? അറിഞ്ഞൂടാ. ഇപ്പഴാ ഓർത്തത്. ഇന്നലെ എനിക്കൊന്നും കറണ്ടില്ലെന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കരുതി ഈ ഫീസിന്റെ കുഴപ്പമായിരിക്കും. അതുകൊണ്ട് ഈ ഫീസ് കൊണ്ട് കൂടെ നന്നായിക്കൊണ്ട് വരാന്ന് കരുതി ബാഗിനകത്ത് വെച്ചതായിരിക്കും. ഓ, ഫ്യൂസ് നന്നാക്കാനോ? അതെങ്ങനെ മോനേട്ടാ? അതിപ്പോ നന്നാക്കുന്ന എങ്ങനെയെന്ന് അത് അറിയാവുന്നവർക്ക് അറിയാവൂ. എനിക്കതിനെ അറിയാം. ആഫീസിലേക്ക് പോകുന്ന വഴി രാജേന്ദ്രന്റെ വയർ ഷോപ്പിൽ കയറി നന്നാക്കാല്ലേ? മതി. ഇന്നലെ മിനിങ്ങാന്നും ഞാൻ നാരായണൻകുട്ടിയെ വിളിച്ചിട്ട് നാരായണൻകുട്ടി ഇങ്ങോട്ട് വന്നില്ല. നാരായണൻകുട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ നാരായണൻകുട്ടിയുടെ പക്ഷം പിടിച്ചു. നാരായണൻകുട്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ അപ്പ പറഞ്ഞു. ജോലി തിരക്കൊണ്ടാണ് നാരായണൻകുട്ടി വരാത്തത് എന്നും അപ്പ പറഞ്ഞു. പക്ഷെ അതേ നാരായണൻകുട്ടി നേരിട്ട് ഇങ്ങ് കയറി വന്നപ്പോ മോഹനേട്ടന്റെ നിറം മാറി. അപ്പൊ നാരായണൻകുട്ടിക്ക് ഉത്തരവാദിത്വമില്ല, നാരായണൻകുട്ടി സർക്കാരിനെ പറ്റിക്കാണ് എന്നൊക്കെയായ സാറിന്റെ ന്യായം. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന്. നാരായണൻകുട്ടി പോയി ഫ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ മാനം പോകുന്ന അറിയാവുന്നതുകൊണ്ടാണല്ലോ ആ പരാക്രമം മുഴുവൻ അവിടെ കാണിച്ചത്. എന്തോ കള്ളത്തരം നടന്നു എനിക്ക് ഉറപ്പായപ്പോ ഞാൻ തന്നെ അത് അവിടെ പോയി നോക്കി. അപ്പൊ എന്താ ഫ്യൂസ് കാണാനില്ല. വയ്ക്കാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം ഞാൻ നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് സാധനം ഇതിനകത്തുണ്ടാവുമെന്ന്. എന്റെ കണക്കൂട്ടൽ തെറ്റിയില്ല. മോനേട്ടാ, ഇനി ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. മോഹനേട്ടനെ ശരിക്കും ഭ്രാന്താണോ? എന്തൊരു വൃത്തിയോടാണ് മോഹനേട്ടൻ കാണിച്ചത്. രാവിലെ ആഫീസിൽ പോകുമ്പോ വീട്ടിലെ ഫ്യൂസ് ഒരു ബാഗിലിട്ടോട്ട് പോണു. ആരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കരുതും? അത് വേറൊന്നുകൊണ്ടല്ല, ഞാൻ പോയ ഉടനെ നീയും കോടതി പോവുമല്ലോ. അപ്പൊ നീ വല്ല ലൈറ്റോ ഫാനോ ഓഫ് ചെയ്യാൻ മറന്നുപോയാ എന്തുമാത്രം കാരണം നഷ്ടാവുന്നേ. അങ്ങനെയാ ഇവിടെ 10-200 രൂപയുടെ ബില്ല് വന്നത്. കഷ്ടം. മനുഷ്യന് പിശുക്ക് വന്ന് ഇത്ര വരെ ആവുന്ന എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ മോഹനേട്ടൻ എന്തൊക്കെ ചെയ്യും? വാട്ടർ ടാങ്കിൽ നിന്നുള്ള ടാപ്പ് ഓഫ് ചെയ്യാം, ഫോൺ കണക്ഷൻ കട്ട് ചെയ്തിടാം. അതൊക്കെ ഇനി എപ്പോഴാ തുടങ്ങാ? ഞാനൊരു നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാ. അതിന് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വേണ്ട. അച്ചോടാ, നല്ല ഉദ്ദേശം. മര്യാദക്ക് ഈ ഫ്യൂസ് കൊണ്ടേ കുത്തിട്ട് ആഫീസ് പോകാൻ നോക്ക്. വൈദ്യുതി അമൂല്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കിക്കാനൊന്നും ഞങ്ങൾ ആളുകളല്ല. പക്ഷേ അമൂല്യമായ വൈദ്യുതി ലാഭിക്കാൻ ഇത്രയും അസാധാരണമായ വഴികൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ കൂടിയുണ്ടെന്ന് വില്ലേജ് ഓഫീസറെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.